അത് സൂപ്പർ കോട്ട്, നെസ്ലയുടെ പുരിനയുടെ സൂപ്പർ കോട്ടാണ്. അത് നമ്മൾ 10 കിലോ എടുക്കുമ്പോൾ 2 കിലോ ഫ്രീ ഉണ്ട്. അതെ അതെ, അഡൽറ്റിനും പപ്പിക്കും അത് തന്നെ 2 കിലോ ഫ്രീ ഉണ്ട്. പിന്നെ ഇത് ലെറ്റ്സ് ബൈറ്റ് ക്യാറ്റ് ഫുഡാണ്. അത് 8 കിലോൻ്റെ ബാഗ് അതെടുക്കുമ്പോൾ 2 കിലോ ഫ്രീ ഉണ്ട്. അത് ക്യാറ്റിൻ്റെ. പിന്നെ അപ്പുറത്തിരിക്കുന്നത് ക്യാനിങ് ക്രീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡാണ്. അത് നമ്മൾക്ക് 10 കിലോ എടുക്കുമ്പോൾ 2 കിലോ ഒരു ഓഫർ തരുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ ബാഗിൻ്റെ അകത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഡ്രൂൾസിനും ഉണ്ട്. ഡ്രൂൾസിന് വളരെ നാളായിട്ട് അവർ ഇങ്ങനെ ഓഫർ കൊടുക്കുന്നതാണത്. സ്റ്റാർട്ടിങ് മുതൽ തന്നെ 2 കിലോ വെച്ചിട്ട്. അത് 10 കിലോ ബാഗ് എടുക്കും, 10 കിലോ എടുക്കുമ്പോൾ 2 കിലോ ഫ്രീ ഉണ്ട്. അതെ അതെ. നമസ്കാരം, പെറ്റ് ലവേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ എത്തിയിരിക്കുന്നത് ഒരു കിഡിലൻ പെറ്റ് ഷോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പെറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ പെറ്റ്സിന് വേണ്ട എല്ലാ ഫുഡുകളും സപ്ലിമെൻറ്റ്സും എല്ലാം കിട്ടുന്ന നമ്മുടെ ചാലക്കുടിയിലെ ഒരു നല്ലൊരു പെറ്റ് ഷോപ്പിലെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡോഗ്സ്, ക്യാറ്റ്സ് എല്ലാത്തിനും വേണ്ട സപ്ലിമെൻറ്റ്സ് ഉണ്ട്, ഫുഡുകളുണ്ട്, പിന്നെ എല്ലാ ആക്സസറീസും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ പേര് ചന്ദ്രൻ. ഞാൻ ചാലക്കുടി ആനന്ദ ജംഗ്ഷനിൽ സ്വർണം കോംപ്ലക്സിൽ ആത്മ പെറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പെറ്റ് ഷോപ്പ് നടത്തുന്നുണ്ട്. 2 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ പെറ്റ് ഫുഡ്, പട്ടിയുടെ, പൂച്ചയുടെ ഫുഡ് ആൻഡ് അക്സസറീസ്, പിന്നെ അതിനോട് സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഒരു 10% വരെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡോർ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവധി ദിവസങ്ങളാണെങ്കിലും കസ്റ്റമർ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് ഫുഡൊക്കെ ഞാൻ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും നല്ലൊരു സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഷോപ്പിൻ്റെ പ്രത്യേകത എന്നുള്ളത് എല്ലാ ടൈമിലും ചാനൽ കോൺടാക്ട് ചെയ്യാൻ നമുക്ക് എപ്പോൾ ഫുഡ് നമുക്ക് കിട്ടില്ല. തീർച്ചയായിട്ടും. ഞാൻ ചില ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ഇതുള്ളൂ. എൻ്റെ ഷോപ്പും വീടായിട്ട് 1/2 കിലോമീറ്റർ ദൂരമുള്ളൂ. അപ്പോൾ ഞാൻ ഏത് സമയത്ത് വെച്ചാൽ ഫുഡിൻ്റെ കാര്യം ആയതുകൊണ്ട് ചിലർ രാത്രി വിളിക്കുക, ഈ ഫുഡ് കഴിഞ്ഞ് എന്താ ചെയ്യണം ചേട്ടാ. അപ്പോൾ ഞാൻ ഒന്ന് എടുത്തു കൊടുക്കാറുണ്ട്. വെച്ചാൽ അവർക്ക് ഫുഡില്ലാണ്ട് അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് മനുഷ്യന് ഫുഡില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് നമുക്ക് ചെയ്യാം. പക്ഷേ പെറ്റിന് ഫുഡില്ലെങ്കിൽ വലിയൊരു വിഷയമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഏത് സമയത്തായാലും ഞാനൊരു മടിയും കൂടാതെ അവർ വന്നിട്ട് ഞാൻ സഹകരിച്ച സാധനങ്ങളൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഡോർ ഡെലിവറി ഉണ്ട്. ഡോർ ഡെലിവറി ഞാൻ ഒരു 10 കിലോമീറ്ററിനുള്ളിലൊക്കെ ഞാൻ ഡോർ ഡെലിവറി ചെയ്യാം. അത് ഇട്ടിട്ട് എനിക്ക് പറ്റാത്ത കാരണമാണ്. പക്ഷേ സമയം ഉണ്ടെങ്കിൽ ഞാൻ ഹോളിഡേയ്സിനൊക്കെ അതും ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. കുറച്ച് എത്തിച്ചു കൊടുക്കും. ഇല്ല, അങ്ങനെയില്ല. ഞാൻ അതെന്ന് വെച്ചാൽ ഇപ്പോൾ 10 കിലോമീറ്റർ 100 രൂപ ഞാൻ കൂടുതൽ ചാർജ് ചെയ്യും. നമ്മൾ ജസ്റ്റ് പെട്രോൾ സർവീസ് ചാർജ് ആയിട്ട് അങ്ങനെ അത് കൂടുതലില്ല. പെറ്റ്സിൻ്റെ ഫുഡ്, അക്സസറീസ്, പിന്നെ നമ്മൾ സപ്ലിമെൻറ്റ്സ്, അത് എല്ലാ തരത്തിലുള്ള ഫുഡും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫുഡും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്പെഷ്യൽ ഓഫറുകൾ എന്തെങ്കിലും
ഓഫറുകൾ ഞാനിപ്പോൾ കൊടുക്കുന്നത് വെച്ചാൽ 10% ഓഫർ കൊടുക്കുന്നുണ്ട്. പിന്നെ കമ്പനി ഒരു നല്ല ഓഫർ ഞാനത് തീർച്ചയായിട്ടും ഞാൻ കസ്റ്റമറിനോട് പറഞ്ഞ് ഞാനത് അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അവർ പ്രത്യേകം പരിഗണിക്കാറുണ്ട്. നമുക്കിപ്പോൾ എന്താണ് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുക വെച്ചാൽ ഞാൻ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ ഞാൻ പരിഗണിച്ച കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അവർക്കറിയാം, കുറേ കസ്റ്റമേഴ്സിനൊക്കെ എന്നെ നന്നായിട്ട് അറിയാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോ ഫുഡും നമുക്ക് നോക്കാമല്ലോ എന്തൊക്കെയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് തുടക്കം ഏതൊക്കെയാണ് ആക്സസറീസ് ആണല്ലോ പറഞ്ഞത്. ആക്സസറീസ് ഇതിപ്പോൾ ഇതിൽ ഡോഗ്സിനെ പറ്റി ഇതിൽ നമുക്ക് ചെറിയ പപ്പീസിന് മുതൽ വലിയ ഡോഗിന് പറ്റിയിട്ടുള്ള എല്ലാ ആക്സസറീസും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ചെയിനുകളൊക്കെ ഉണ്ടല്ലേ. ആ സൈഡും കൂടി ഒന്ന് ചെയ്തത്. ഇതിപ്പോൾ കുറച്ച് അഡൽട്ടായ ഡോഗ്സിൻ്റെ അഡൽട്ടിനും ഉണ്ട്, നമുക്ക് പപ്പീസിനും എല്ലാത്തിനും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കേജ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. കേജ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ സെക്ഷനിൽ പറഞ്ഞ ഫുഡ് ഫുഡ് അപ്പോൾ ഈ സെക്ഷനിൽ പറഞ്ഞ ഡോഗിൻ്റെ ഫുഡുകളാണല്ലേ. അതെ, ഈ സെക്ഷനിൽ ഇതൊക്കെ ഡോഗിൻ്റെ ഫുഡുകളാണ്. ഇത് എന്നാണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഇറ്റാലിയൻ കമ്പനിയുടെയാണ്. ഇതിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾക്ക് നല്ല ഫുഡിൻ്റെ ഒരു ഇത് കൂട്ടാം. ചില അത്യാവശ്യം റേറ്റ് ഉണ്ട്, പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ടും ഉണ്ടാവും ഫുഡിന്. റോയൽ ക്യാനായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും കമ്പയർ ചെയ്യാം. ഏകദേശം ആ റേഞ്ചിൽ കമ്പയർ ചെയ്ത് പോകുന്ന ഒരു ഇതാണ്. പുതിയതല്ല, അത് ആദ്യമേ ഉണ്ട്. അതിപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അത് അവൈലബിൾ ആണ്. ഇത് നമുക്ക് പപ്പീസിന് മുതൽ വലിയ ഡോഗിന് വരെ ഉള്ളതുണ്ട്. ഇതിപ്പോൾ ഫുഡല്ല സപ്ലിമെന്റൽ ഫുഡ്. ഇത് നമുക്ക് വരുന്നത് പെഡിഗ്രിയുടെ ഇത് നമുക്ക് ഇതിലുണ്ട്. സ്റ്റാർട്ടർ ഫുഡും ഉണ്ട്, പപ്പി, അഡൽട്ട്, അങ്ങനെ 3 കാറ്റഗറിയാണ്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്ത ഫുഡ് തന്നെയാണ്. അത്യാവശ്യം നമുക്ക് ചെറിയ റേറ്റിന് കിട്ടുന്ന ഫുഡുകളാണ് അതൊക്കെ. റേറ്റ് കുറവാണ്. ഓഫർ അങ്ങനെ ഇടയ്ക്കൊക്കെ ഇടാറുണ്ട്. ഉള്ളപ്പോൾ ഞാൻ കസ്റ്റമേഴ്സിന് കൊടുക്കാറുണ്ട്. ഇപ്പോൾ നിലവിൽ ഓഫറില്ല. അടിയിൽ വരുന്നതൊക്കെ വെച്ചാൽ ബൾക്കായിട്ടുള്ള നമുക്ക് പല കമ്പനികളുടെ ഉണ്ട്. 20 കിലോ, 12 കിലോ, 10 കിലോ അങ്ങനെയുള്ള ബാഗുകളാണ്. അപ്പോൾ ചിലതിന് 10 കിലോൻ്റെ എടുക്കുമ്പോൾ നമുക്ക് 2 കിലോ ഫ്രീ ഒക്കെ ആയിട്ട് അവർ ചില കമ്പനികൾ കൊടുക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് എങ്ങനത്തെ ഫുഡ് എടുക്കണ ലാഭം കൂടുതൽ? ചെറിയ ലാഭം അങ്ങനെയല്ല ഉദ്ദേശിക്കണേ. ഇപ്പോൾ നമ്മളിപ്പോൾ പപ്പി, ഇപ്പോൾ ചെറിയൊരു പപ്പിയാണെങ്കിൽ ചിലൊരു ബൾക്കായിട്ട് എടുത്തിട്ട് കേട് വരണം വെച്ചാൽ അത് ചെയ്തെടുക്കുള്ളൂ. പക്ഷേ പപ്പി ഓൾറെഡി നമുക്ക് വലിയ ഡോഗായി കഴിഞ്ഞാൽ നമുക്ക് 10 കിലോ 20 കിലോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കേട് വരാതെ സൂക്ഷിച്ച് നമുക്ക് കൊടുക്കാം. നമ്മൾ സൂക്ഷിച്ച് വയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വലുത് എടുക്കണമെങ്കിൽ നമുക്ക് അതിൽ ലാഭമുണ്ട്. കസ്റ്റമർക്ക് ലാഭമുണ്ട്. അപ്പോൾ 2-3 ഡോഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും. അതെ അതെ അതെ. പിന്നെ അടുത്ത സെക്ഷൻ ഇതിലിപ്പോൾ റോയൽ ക്യാൻ ഉണ്ട്, ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് ഫുഡുണ്ട്, പിന്നെ ക്യാനിങ് ഗ്രീക്ക്, ഇതൊക്കെ നല്ല ഫുഡുകളാണ്. അതിൽ നമുക്ക് സ്റ്റാർട്ടർ, പപ്പി, അഡൽട്ട് അങ്ങനെ എല്ലാം അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾക്കിപ്പോൾ എന്നാണ്ടി ഇല്ല, അല്ലെങ്കിൽ റോയൽ ക്യാൻ ഇല്ല. അപ്പോൾ നമ്മൾ അടുത്ത് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. നമുക്ക് ക്യാനിങ് ഗ്രീക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പെഡിഗ്രി ചൂസ് ചെയ്യാം. അതല്ല, പെഡിഗ്രിയുടെ പ്രോ വാങ്ങിക്കണം. പ്രോ അതിൽ പെഡിഗ്രിയുടെ പ്രോ അതിൽ പ്രോട്ടീൻ കണ്ടന്റ് ഒക്കെ കൂടുതലുണ്ട്. അതെ അതെ അതെ. ഇത് ഇപ്പോൾ എന്ന് വെച്ചാൽ കമ്പനി 500 രൂപയാണ്. ഞാൻ 10% ചില 1,200 ബാഗിന് 500 രൂപയാണ്. ഞാൻ 10% അതിന് കുറച്ച് കൊടുക്കും. ഡിസ്കൗണ്ട് കൊടുക്കും. അതിപ്പോൾ വലിയ ബാഗാണെങ്കിൽ അതിലും കുറയും, കുറച്ചും കൂടി കുറയും. 10 12 15 വരെ വരും. അങ്ങനെ വലിയ ബാഗ് വരുമ്പോൾ. പിന്നെ അടുത്ത സെക്ഷനിൽ വരുന്നത് ഇപ്പോൾ ഇതിൽ നമ്മൾക്ക് ക്യാനിങ് ഗ്രീക്ക് ഉണ്ട്, ഫോക്കസ്, അതൊക്കെ നമ്മൾ ഡ്രൂൾസിൻ്റെ കമ്പനിക്കാരെയാണ്. അപ്പോൾ അത് കുറച്ചുകൂടി നല്ല ഫുഡുകൾ തന്നെ. അതൊക്കെ തന്നെ നമുക്കിപ്പോൾ നമ്മുടെ ചെറിയ റേറ്റിനൊക്കെ നമുക്ക് അത് അവൈലബിളാണ്. പിന്നെ സ്മാർട്ട് ആർട്ടിൻ്റെ പവർ പാക്ക്, അതൊക്കെ നല്ല ഫുഡുകളുടെ നമുക്ക് കാറ്റഗറി പെടുത്താം. നമുക്ക് ഓരോ ഡോഗ്സിന് സെപ്പറേറ്റ്. ചില ഇപ്പോൾ റോയൽ ക്യാനിലൊക്കെ വരുന്നുണ്ട്, റോയൽ ക്യാനിലും എന്നാണ്ടിയിലൊക്കെ വരുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. റൂട്ടിൻ്റെ, ജർമ്മൻ ഷെപ്പേർഡ്, മറ്റേതിലൊക്കെ കോമൺ ആയിട്ട് വരണേ. എല്ലാ പപ്പീസിനും കൊടുക്കാവുന്ന രീതിയിൽ മറ്റൊരു അറേഞ്ച് ചെയ്തേക്കണേ. പക്ഷെ ഇപ്പോൾ ഈ റോയൽ ക്യാനിലും അതുപോലെ എന്നാണ്ടിയിലൊക്കെ
ഓരോരോ ഫുഡിനും തരംതിരിച്ചിട്ട് വരുന്നുണ്ട് ഫുഡ്. മൂന്ന് സ്റ്റേജ് അത് കോമൺ ആയിട്ട് ഉപയോഗിക്കാമെന്നുള്ള രീതിയിലാണ്, എല്ലാ ബ്രീഡ്സിനും കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഫോക്കസിൻ്റെ ഫുഡ് ആ കണ്ടെയ്നർ ഫ്രീ ആണ് നമുക്ക്. അപ്പോൾ പിന്നീട് നമുക്ക് വേണമെങ്കിൽ ആ കണ്ടെയ്നർ ഫുഡ് ഇട്ടൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ കമ്പനി ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് അത്. അതെ അതെ അതെ. പിന്നെ ഈ സെക്ഷനിൽ വരുന്നത് നമ്മുടെ ഡോഗ്സിൻ്റെ മാസ്ക്, കോമ്പ്, ടോയ്, അത് കോമ്പുകളൊക്കെ ടോയ് അത്യാവശ്യം. പിന്നെ ഇത് അത് കോമ്പും അതിൻ്റെ ഈ ഗ്ലൗസൊക്കെയാണ്. ഗ്ലൗസ് ആയിട്ട് നെയിൽ കട്ടർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാ അക്സസറീസും ഉണ്ട്. നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സാധനം ഞാൻ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് സ്ലീക്കർ കോമ്പാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെള്ള്, പേൻ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് കോമ്പ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് പൊക്കോളും. എന്ന് വെച്ചാൽ ഇത് 5-6 ലെയർ ഉണ്ട് ഇതിന്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് വലിയ ഡോഗ്സിന്, ഇത് നമ്മൾ ഹെയറൊക്കെ ഉള്ള ഡോഗ്സിന് ഇതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ആ, ഈ സെക്ഷനിൽ വരുന്ന സപ്ലിമെൻറ്റ്സ് ആണ്. സപ്ലിമെൻറ്റ്സ് ഞാൻ ഏകദേശം എല്ലാ കമ്പനിയുടെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ മെയിനായിട്ട് ഒരു പപ്പിക്ക് കൊടുക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ പറയാം. നമ്മളിപ്പോൾ പപ്പീനെ വാങ്ങിക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഡൈജിറ്റോൺ എന്തായാലും അത് മസ്റ്റാണ്. പിന്നെ പ്രോയിബൂസ്റ്റ് ഡ്രോപ്പ്. നമുക്ക് കാണിച്ചു തുടങ്ങാം. ഒരു മിനിറ്റ് ഒന്ന് കട്ട്. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ വരുന്നത് സപ്ലിമെന്റ്സ് ആണല്ലേ? അതെ, സപ്ലിമെന്റ്സ് ആണ് ഈ സെക്ഷനിലുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ ഇതൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാം. അത് തീർച്ചയായിട്ടും നമ്മളൊരു പപ്പീനെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ അതിന് സ്റ്റാർട്ടിങ്ങിൽ പ്രോയിബൂസ്റ്റ്, ഞാൻ പ്രോയിബൂസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് പ്രോയിബൂസ്റ്റ്. അത് പ്രോയിബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ആണ്. അതോട് വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ DHA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ട്. അപ്പോൾ DHA എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പപ്പീസിനെ എടുക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 1-2 ഇത് 15 ml ഒരു ഇത് വരുന്നത്, അത് 2 വാങ്ങിച്ചിട്ട് അത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല, ഡയറക്റ്റ് കൊടുക്കാം. അതിൽ നിപ്പിളുണ്ട്, നിപ്പിളുണ്ട്. ആ നിപ്പിളിൽ നമ്മൾ 2.5 ml അങ്ങനെ അതായത് കൊടുത്താൽ മതി പ്രോയിബൂസ്റ്റ്. പിന്നെ നമ്മൾ കാൽസ്യത്തിൻ്റെ സിറപ്പ് കൊടുക്കണം. കാൽസ്യത്തിൻ്റെ സിറപ്പ് നമുക്കറിയാമല്ലോ, നമുക്ക് ജോയിൻറ്റുകളൊക്കെ സ്ട്രോങ് ആവാനായിട്ട്, എല്ലിൻ്റെ വളർച്ചയ്ക്ക് ഇതിനൊക്കെ ആയിട്ട് കാൽസ്യത്തിൻ്റെ മരുന്ന് എന്തായാലും നമ്മൾ കമ്പൽസറി കൊടുക്കണം. അതുകൊണ്ട് നമ്മുടെ കാൽസ്യത്തിൻ്റെ എല്ലാ ഇപ്പോഴുണ്ട്, നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. കാൽസ്യത്തിൻ്റെ 4-5 ബ്രാൻഡുകളുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഹിമാലയയുടെ ഉണ്ട്, പിന്നെ സ്കൈസിയുടെ, പിന്നെ പെറ്റ് കെയറിൻ്റെ ഒക്കെ. ഇതൊക്കെ കാൽസ്യത്തിൻ്റെയാണ്, കാൽസ്യം സപ്ലിമെൻ്റാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിന് ഈ ഡൈജിറ്റോൺ കൊടുക്കണം. എന്നുവെച്ചാൽ അതങ്ങനെ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ്. അഡൾട്ടിന് നമ്മൾ ആവശ്യം വന്നാൽ കൊടുക്കുക. പപ്പീസിന് എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം. അത് എന്താ വെച്ചാൽ അവർക്ക് ഇപ്പോൾ ഹ്യൂമിഡിറ്റി പവർ കുറവായിരിക്കും. പിന്നെ അപ്പോൾ ദഹനശേഷി കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ വരും, ലൂസ് മോഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെയും ഡ്രോപ്പ് ഉണ്ട്, ഡൈജിറ്റോൺ ഡ്രോപ്പ് ഉണ്ട്. അത് നമുക്ക് അത്യാവശ്യം ഉണ്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒരു 1.5 കുറച്ച് കൊടുത്താൽ മതി. ആയിരിക്കും ഡൈജിറ്റോൺ ഹിമാലയയുടെ ചെറിയത്. പപ്പീസിന് പിന്നെ ഇതൊക്കെ കൊടുക്കാം. പിന്നെ വേറെ സപ്ലിമെന്റ്സ് കൊടുക്കേണ്ട രീതികളും കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ 3 സപ്ലിമെന്റ്സ് കൊടുത്താൽ മതി, മെയിനായിട്ട് കൊടുത്താൽ മതി. പിന്നെ പ്രോയിബൂസ്റ്റ്, പ്രോയിക്കാള് അല്ലെങ്കിൽ സ്കൈക്കാള് അല്ലെങ്കിൽ ഹിംകാള്, അത് കാൽസ്യത്തിൻ്റെ 3-4 ഇതുണ്ട്. നമുക്കത് ഏത് ബ്രാൻഡ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, അതിന് കുഴപ്പമില്ല. പിന്നെ ഡൈജിറ്റോൺ കൊടുക്കാം, അത് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഒരു 3-4 മാസം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മൾട്ടിവിറ്റാമിൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. മൾട്ടിവിറ്റാമിൻ ഇപ്പോൾ നമുക്ക് എൻ്റെ കയ്യിൽ സ്റ്റോക്കുള്ള വെച്ചാൽ ഹെൽത്ത് അപ്പ് എന്ന് പറഞ്ഞിട്ട് അത് മൾട്ടിവിറ്റാമിനാണ്. പിന്നെ അതിപ്പോൾ നമുക്ക് വലിയ റേറ്റ് വരുന്നില്ല. ഏകദേശം റേറ്റ് MRP 150 വരുന്നത് ഇതിൻ്റെ റേറ്റ്. പിന്നെ പെറ്റ് പ്രോ എന്ന് പറഞ്ഞിട്ട് സ്കൈസിയുടെ ഉണ്ട്,
അതാകുമ്പോൾ ഒരു 190 വരും. അതെ. അതിപ്പോൾ ഇവർക്ക് ഇങ്ങനെ നമ്മൾ ഒന്നരാടാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ മൾട്ടിവിറ്റാമിൻ കൊടുക്കുന്നത്? അത് നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞില്ല ആവശ്യാനുസരണമാണ്. അതായത് ഇപ്പോൾ ആൾക്ക് ഇത്തിരി ഹെൽത്തിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഡെയിലി നമ്മൾ അപ്ലൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നരാളെ കൊടുത്താലും കുഴപ്പമില്ല. കണ്ടീഷൻ നോക്കിയിട്ട് നമ്മൾ കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വില കുറഞ്ഞ ഫുഡൊക്കെ കൊടുക്കണമെങ്കിൽ അപ്പോൾ നമ്മളിത് കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ടി വരും. സമയത്ത് നമ്മളിപ്പോൾ റോയൽ കാനൽ അല്ലാണ്ട് ഇങ്ങനെയുള്ള സ്റ്റാർട്ടർ ഫുഡാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ഇപ്പോൾ ഒരു ഏതെങ്കിലും സപ്ലിമെൻറ്റ്സ് കൊടുത്തില്ലെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ വീട്ടിലെ ഫുഡുകൾ നമ്മൾ ചോറ് കൊടുക്കണമെങ്കിൽ മൾട്ടിവിറ്റാമിനും കാൽസ്യം സപ്ലിമെന്റ്സ് ഒക്കെ എന്തായാലും നിർബന്ധമായിട്ടും കൊടുക്കണം. ആണ് നല്ലതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. പിന്നെ നമ്മൾ ചോറ് കഴിയാവുന്നതും കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ്. വെച്ചാൽ അതിന് സ്കിൻ പ്രോബ്ലംസ് വരുന്നുണ്ട് ഈ ചോറ് അധികം കൊടുത്തിട്ടേ. അതെ, സ്കിന്നിന് കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ റൈസൊക്കെ കുറച്ചിട്ട് നമ്മൾ വെജിറ്റബിളും അതുപോലെ ചിക്കനൊക്കെ കൊടുക്കുക. അതിന് കുഴപ്പമില്ല. ക്യാരറ്റ് പോലുള്ള വെജിറ്റബിളൊക്കെ നമുക്ക് അതിന് കൊടുത്താൽ നല്ലതാണ്. മത്തങ്ങ, ക്യാരറ്റ് അതൊക്കെ നല്ലതാണ്. ആഡ് ചെയ്ത് കൊടുത്താൽ ചോറിൻ്റെ അളവ് കുറച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്കിന്നും അതുപോലെ കോട്ടൊക്കെ നന്നായിരിക്കും. ഇപ്പോൾ നമ്മൾ മറ്റേ ഹെയർ കൂടുതലുള്ള ഡോഗ്സിനൊക്കെ അതിൻ്റെ ഹെയർ ക്വാളിറ്റി കിട്ടാൻ വേണ്ടി അതൊക്കെ നമ്മൾ സപ്ലിമെന്റ്സ് കൊടുക്കണം. ഹെയർ ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിഷ് ഓയിൽ ഉപയോഗിക്കാം. ഫിഷ് ഓയിൽ ഉപയോഗിച്ചാൽ മതി. ഫിഷ് ഓയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹെയറൊക്കെ നല്ല ഗ്ലൈസിങ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഹെയർ ഉണ്ടാവും. സപ്ലിമെന്റ്സ് അതിനായിട്ട് ഇതാണ് ഫിഷ് ഓയിലാണ് മെയിനായിട്ട് നമ്മൾ അതിന് ഇത് ചെയ്യണത്. പിന്നെ നമ്മൾ നന്നായിട്ട് ഗ്രൂമിങ് ചെയ്യുക. ഗ്രൂമിങ് അങ്ങനെ ഡെയിലി ഗ്രൂമിങ് ചെയ്യുക. അപ്പോൾ ഹെയറൊക്കെ നല്ല ഇതായിട്ടിരിക്കും. പിന്നെ നമ്മൾക്ക് അതായത് ഗ്ലൈസിങ്ങിന് വേണ്ടിയിട്ട് വല്ല അതിന് ഷാമ്പൂ അല്ലെങ്കിൽ ഓയിലുകളൊക്കെ വരുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ പൈസയുടെ തരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം, ഉപയോഗിക്കാം. അത്രേ ഉള്ളൂ. പഠിച്ചു. അത് ഷാമ്പൂസാണ്. അതെ, എല്ലാതരം ഡോഗ്സിനുള്ളതുണ്ട്. അതെ, ആൾക്കാർ ആവശ്യാനുസരണം നമ്മൾ എല്ലാ തരത്തിലുള്ളതുണ്ട്. മുകളിലുള്ളതൊക്കെ മിൽക്ക് പൗഡറാണ്. പപ്പീസിന് കൊടുക്കാനായിട്ട്. പപ്പീസിന് നമുക്ക് ഒരു നേരമൊക്കെ നമുക്ക് 3 നേരം നമുക്ക് ഡ്രൈ ഫുഡ് ചിലപ്പോൾ കൊടുക്കാൻ പറ്റുന്ന വരില്ല. അപ്പോൾ ഇടഭക്ഷണം പോലെ നമുക്ക് കുറിക്കുകയോ അല്ലെങ്കിൽ പാല് പോലെ നമുക്ക് ഫീഡ് ചെയ്യാവുന്ന ഇതാണത്. അതെ, ഡ്രൂൾസിൻ്റെ ഉണ്ട് നമ്മൾക്ക്. അതുപോലെ തന്നെ സെമോലാക്ക് എന്ന് പറഞ്ഞിട്ട് അതുണ്ട്. പിന്നെ പപ്പി സെർലാക്ക്, അങ്ങനെ 3-5 കമ്പനിയുടെ ഉണ്ട്. അത് ഇതൊക്കെ 15 ദിവസം കഴിയുമ്പോൾ ഉള്ളതാണ്. 15 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാനുള്ളതാണ്. അത് എല്ലാം പറ്റില്ല. ഇപ്പോൾ എൻ്റെ നിലവിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് ഡ്രൂൾസിൻ്റെ അബ്സല്യൂട്ട്ലി മിൽക്കാണ്. അത് നമുക്ക് കൊടുക്കാം, കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഈ ബീഫാറിൻ്റെ ലാക്ടോളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ നമുക്ക് 1 വർഷമായിട്ട് അത് സാധനം കിട്ടുന്നില്ല. പിന്നെ ഫിറ്റ്മിൻ എന്ന് പറഞ്ഞിട്ട് ഒരു പാൽപ്പൊടി, അത് നല്ലതാണ്. അതിപ്പോൾ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അതെ, എൻ്റെ ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഈ വരും അടുത്ത് തന്നെ. അതും നല്ലൊരു ഇത് തന്നെയാണ്. ഈ സെക്ഷനിൽ വരുന്നതൊക്കെ ഫിഷ് ഓയിലാണ്. ഓരോ ബ്രാൻഡാണ്. അതെ അതെ. ലാസ്റ്റ് സെക്ഷനിൽ അതും ഈ സപ്ലിമെൻറ്റ്സ് ഉണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഫിഷ് ഓയിൽ പോലെയുള്ള കാര്യങ്ങൾ. പിന്നെ പപ്പി സെർലാക്ക്, സോപ്പ്, ഷാമ്പു ഐറ്റംസാണ്. ഷാമ്പു കുറേ വെറൈറ്റി ഉണ്ട്. നമ്മളിപ്പോൾ അത് കുറേ ബ്രാൻഡുകളുണ്ട്. അപ്പോൾ ആൾക്കാരുടെ ആവശ്യാനുസരണം പൈസയുടെ അനുസരിച്ചിട്ട് നമുക്ക് ചെറിയ വിലയുടെ മുതൽ വലിയ വില വരെയുള്ളുണ്ട്. ഇപ്പോൾ ഡോഗ്സിന് നമുക്ക് സ്കിൻ കംപ്ലൈൻറ്റ് വരാണ്ടിരിക്കാൻ വേണ്ടി എന്തൊക്കെ മെഡിസിൻസ് നമ്മൾ മെയിനായിട്ട്? സ്കിൻ കംപ്ലൈൻറ്റ് വരാണ്ടിരിക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ അതിന് സമയാസമയത്ത് വിരമരുന്ന് കൊടുത്തിട്ട് വിരയിളക്കുക എന്നുള്ള ഏറ്റവും വലിയൊരു കാര്യം. അത് പപ്പീസിന് 15 ദിവസം മുതൽ നമുക്ക് വിരമരുന്ന് കൊടുക്കാം. അതെ, ഡ്രോപ്പ് ഉണ്ട് അതിൻ്റെ. നമുക്ക് വോറക്സ് അല്ലെങ്കിൽ ക്യാൻവാം അല്ലെങ്കിൽ സ്കൈ വാം, അങ്ങനെ കുറേ കമ്പനിയുടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് അവൈലബിൾ ആണ്. ഏത് കമ്പനിയുടെ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. അത് നമ്മൾ കറക്റ്റായിട്ട് വിരയിളക്കുക. അത് പപ്പീസിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് വിരയിളക്കാം. അത് 3 മാസം വരെ 15 ദിവസം കൂടുമ്പോൾ നമ്മൾ വിരയിളക്കിയിരിക്കണം. അത് കഴിഞ്ഞാൽ മാസത്തിലൊരിക്കൽ. അഡൾട്ടാകുമ്പോഴല്ല, പപ്പീസ് 6 മാസം വരെ, 3 മാസം കഴിഞ്ഞാൽ 6 മാസം വരെ മാസത്തിലൊരിക്കൽ. പിന്നെ അത് കഴിഞ്ഞാൽ 3 മാസത്തിലൊരിക്കൽ നമ്മൾ വിരയിളക്കാം. അതാണത്. അപ്പോൾ അതിൻ്റെ വെയിറ്റിനനുസരിച്ചിട്ട് നമ്മൾ മരുന്ന് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല.
പിന്നെ സ്കിൻ കംപ്ലൈന്റ് വരാണ്ടിരിക്കാൻ വേണ്ടി പിന്നെ സ്കിൻ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ വിരകളൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഒരു പരമാവധി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ ഫംഗസ് ഒന്നും വരാതെ നമ്മൾ ശ്രദ്ധിക്കുക. അത് അങ്ങനെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം ഈർപ്പം ശരീരത്തിൽ നിൽക്കാത്ത രീതിയിൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ടൗൽ ചെയ്യുക. പിന്നെ തണുപ്പ് സമയത്ത് നമ്മൾ തണുപ്പുള്ള തറയിൽ അവിടെ നമ്മൾ കിടത്താതിരിക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ അതിന് ഈ സ്കിൻ കംപ്ലൈൻറ്റ് വരാണ്ടിരിക്കാനുള്ള പപ്പീസിന് പൗഡറൊക്കെയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ കുറേ വ്യത്യാസങ്ങൾ വരും. പിന്നെ നമ്മൾ ഡോഗ്സിന് എന്തെങ്കിലും ഹീറ്റ് ആവാൻ വേണ്ടി അഡൽട്ട് ഡോഗ്സിന് ഒട്ടുമിക്ക ആൾക്കാരും ചോദിക്കുന്നുണ്ട്, ഹീറ്റ് ആവാൻ വേണ്ടി എന്തെങ്കിലും മരുന്ന് കൊടുക്കാൻ? ഹീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് മരുന്നുകളൊക്കെ ധാരാളം മരുന്നുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെയുള്ള സ്കൈസിയുടെ പെറ്റ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നുണ്ട്. അതിപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ഹീറ്റ് ആവണതിന് മുമ്പ് നമ്മൾ ഇപ്പോൾ ഫീമെയിൽ ഡോഗിനാണെങ്കിൽ ഒരു മാസം മുമ്പ് നമ്മൾ കൊടുത്തു തുടങ്ങണം. മെയിലിനാണെങ്കിൽ 15 ദിവസം മുമ്പ് നമ്മൾ കൊടുത്താൽ മതി. ഫീമെയിൽ ഹീറ്റ് ആവാൻ വേണ്ടി എന്തെങ്കിലും മരുന്ന് അങ്ങനെ ഹീറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പ്രൊഡ്യൂസർ പോലുള്ള മരുന്നുകൾ ആയില്ലെങ്കിൽ കേട്ടോ, നമ്മളെല്ലാം അഡ്വാൻസ് ആയിട്ടൊന്നും ചെയ്യേണ്ട. ഇവർക്കൊരു സമയമുണ്ട്, ആ സമയത്ത് ആയില്ലെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസർ കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ സെക്ഷനിൽ വരുന്നത് ചെയിനുകളൊക്കെ ഉണ്ടല്ലോ അവിടെ. ഡോഗ് ചെയിനുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാ സൈസ് ഡോഗിനും എല്ലാ സൈസും ഉണ്ട്. എല്ലാ സൈസ് ഡോഗ്സ് ഉണ്ട്, ചെറുതും വലുതും എല്ലാ സൈസും ഉണ്ട്. പിന്നെ ഇവിടെ ഷാമ്പു, ഡോഗ്സിൻ്റെ ഷാമ്പൂസ്, പിന്നെ ഇതൊക്കെ അതിൻ്റെ ബ്രഷ്, ഇത് മറ്റേ അവർക്കുള്ള ബ്രഷുകളാണ്. നമ്മൾക്ക് വേണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ചിലരൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ട്. വളർത്തുന്നവരൊക്കെ ചിലവർ അങ്ങനെ ചെയ്യും. അതെ അതെ അതെ, സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതാണ് അത്. ഡോഗ്സിന് കൊടുക്കുന്ന ബോണുകളാണ് അതൊക്കെ. ബോൺ കൊടുക്കുക വെച്ചാൽ ഇത് ഹാർഡായിട്ടുള്ള ബോണാണ്. അത് അവർ ഈ പല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ കടിച്ചു തുടങ്ങുക വെച്ചാൽ അത് ചെരുപ്പെല്ലാം കടിക്കും. അത് കടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്. ഇത് പപ്പീസിന് കൊടുക്കണം. അത് കഴിക്കാൻ ഉള്ളതാണ്. കാൽസ്യം ബോണാണ് ഹാർഡായിട്ടുള്ളത്. അതെ അതെ, പല്ലൊക്കെ നന്നാവാനായിട്ട്. അപ്പോൾ അതിന് തന്നെ പിന്നെ നമ്മൾക്ക് വേറെ ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള വരുന്നുണ്ട്. ഇപ്പോൾ പെഡിഗ്രിയിൽ അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള അതിൽ സ്റ്റിക്കുകൾ, പിന്നെ ജംബോൺ എന്നൊക്കെ പറഞ്ഞിട്ട് പെഡിഗ്രിയുടെ ഉണ്ട്. അത് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. ബോണുകളൊക്കെയാണ്. അടിയിലൊക്കെ ട്രീറ്റുകൾ, ബിസ്ക്കറ്റുകളാണ്. അതിപ്പോൾ ഏത് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഉണ്ട്. ജെർഹായുടെ ഇത് ട്രെയിനിങ്ങിൻ്റെ ബിസ്ക്കറ്റാണ്. ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് നോർമലായിട്ടുള്ള ബിസ്ക്കറ്റാണ്. അത് എല്ലാ പപ്പീസിനും എല്ലാ വലിയ ഡോഗിനൊക്കെ കൊടുക്കാം. നമുക്ക് അഡൽട്ട് ഡോഗിനൊക്കെ കൊടുക്കാം. ഈ താഴെ ഇരിക്കുന്നതെല്ലാം അതിനായിട്ടുള്ളതാണ്. അതൊക്കെ ട്രീറ്റുകളാണ്. അടിയിൽ വരുന്നത് അത് പൂച്ചയുടെ ക്യാറ്റ് ലിറ്റർ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ സാമ്പിൾ പാക്കുകൾ ഇല്ല, കുറച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനത് കൂടുതൽ അറേഞ്ച് ചെയ്തിട്ടില്ല, കുറച്ചൊക്കെ. സാധാ മീനുകൾക്കൊക്കെ കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ മെയിനായി അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത് പൂച്ചയുടെയും പട്ടിയുടെയും ഫുഡുകൾക്കാണ്. കൂട്ടത്തിൽ കുറച്ച് അറേഞ്ച് ചെയ്തെന്ന് മാത്രം. കോക്ടെയിലിൽ അത് മിക്സഡ് ഫുഡാണ്. കോക്ടെയിലിൽ മിക്സഡ് എല്ലാ ധാന്യങ്ങളും കൂടിയിട്ടുള്ള ഫുഡാണ് അത്. പിന്നെ ഈ സെക്ഷൻ വരുന്നത് ക്യാറ്റിൻ്റെ സെക്ഷനാണ്. ക്യാറ്റിൻ്റെ വെറൈറ്റി കുറേ ഫുഡുകളുണ്ട്. നമുക്കിപ്പോൾ മിയാവുണ്ട്. മിയാവ് കുഴപ്പമില്ല, മിയാവുണ്ട്. ഇപ്പം അങ്ങനെ നമ്മൾ ഓരോ ഫുഡ് നല്ലത് എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റോയൽ ക്യാൻ മുതൽ അന്നാണ്ടി മുതൽ മിയാവ് അല്ലെങ്കിൽ ഫ്രിസ്കീസ്, ഇതിങ്ങനെ കുറേ ഫുഡുകളുണ്ട്. വിസ്കാസ് ക്യാറ്റിൻ്റെയാണ്. ലിക്വിഡ് പോലെ അത് ഡ്രൈ ഫുഡാണ്. അത് ഡ്രൈ ഫുഡല്ല, വെറ്റ് ഫുഡ്. ഗ്രേവി വെറ്റ് ഫുഡാണത്. ഇതിൽ ഓഫറുള്ള ഡ്രൂൾസിനാണ് ഓഫറുള്ളത്. ഡ്രൂൾസിനൊക്കെ ഇടയ്ക്ക് ക്യാറ്റിൻ്റെ ഇതൊക്കെ ഡ്രൂൾസ്
ട്രൂൾസ് ഓഫർ അത് ഒരു 380 ഒരു 1.2 കിലോയുടെ ഒരു ബാഗ് പാക്കറ്റ് ഫ്രീ ആണ് അതിന്. ആ ട്രൂൾസിന് 3 കിലോ എടുക്കുമ്പോൾ ഫ്രീ ആണത്. ക്യാറ്റിൻ്റെ ഫുഡ് നമ്മൾക്ക് ചെറിയ റേറ്റ് മുതൽ, അതായത് 180 രൂപ മുതൽ അല്ലെങ്കിൽ 90 രൂപ മുതൽ മുകളിലേക്ക് നമ്മൾക്ക് ഒരു 2000 രൂപ വരെയൊക്കെ നമുക്കുണ്ട്, കുറച്ച് വരണുണ്ട്. പിന്നെ വലിയ വലിയ ബാഗുകളുണ്ട്, 7 കിലോ 20 കിലോ അങ്ങനെ ആയിട്ടുള്ള ബാഗുകളും ഉണ്ട്. പിന്നെ നമ്മുടെ പറഞ്ഞത് ഇവിടെ കേജുകൾ വരുന്നുണ്ടല്ലേ? കേജുകൾ എല്ലാ സൈസിലുള്ള കേജുകൾ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേജ്, ബെഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ബെഡാണ്, ഡോഗ്സിനൊക്കെ കിടക്കാൻ വേണ്ടിയിട്ടുള്ള ബെഡാണ്. തണുപ്പ് സമയത്ത് തറയിൽ കിടന്നാൽ അവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാവണം വെച്ചിട്ട്. അതെ. അപ്പം എല്ലാവരും ആവശ്യപ്പെടാറില്ല, പക്ഷെ എന്നാലും നമ്മൾ ആവശ്യക്കാർക്ക് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാന്നുള്ള ഒരു ഉണ്ട്. പിന്നെ പാത്രങ്ങളും പാത്രങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ പെറ്റ്സിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നമ്മൾ 10 കിലോമീറ്റർ ചാലക്കുടിയിൽ 10 കിലോമീറ്ററിൽ നമ്മൾ എവിടെയും എത്തിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് പെറ്റ്സിന് വേണ്ട എല്ലാ ഫുഡും ആക്സസറീസും നമ്മൾ ചാലക്കുടിയിൽ 10 കിലോമീറ്റർ അകത്തേക്ക് നമ്മൾ കൊണ്ടുകൊടുക്കുന്നതല്ലേ? ഡെലിവറി ഉണ്ടല്ലേ? ഡെലിവറി ഉണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കണം അല്ലെങ്കിൽ മെഡിസിൻ കൊടുക്കാൻ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാലും എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കുക, ഏത് സമയത്തും വിളിക്കുക. ഫുഡിനായാലും എന്തെങ്കിലും മെഡിസിൻ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ സംശയം വെച്ചിട്ടിരിക്കേണ്ട, അത് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും ഞാൻ നൽകുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാലേ? ഓക്കെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ പെറ്റ്സിന് വേണ്ട എല്ലാ ഫുഡ് ആക്സസറീസ് ഒക്കെ നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് തന്നെ നല്ലൊരു ഷോപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആളുടെ ഡീറ്റെയിൽസൊക്കെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആളെ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും മെഡിസിൻസ് കൊടുക്കേണ്ട കാര്യത്തിലായാലും ഫുഡ് കൊടുക്കേണ്ട കാര്യത്തിലും ഏത് ടൈമിലും ആളെ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.